ആഭരണം സ്വർണത്തിൽ പ്രതീതമാകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ സ്വർണം ആഭരണ രൂപത്തിൽ പ്രകടമാകുന്നു എന്ന് പറയാം. താല്പര്യം ഒന്ന് തന്നെ. ഇതി സയേഷ സർവാത്മഭാവോ വ്യാഖ്യാത. ഇവിടെ വ്യാഖ്യാനിച്ചത് ഈ സർവാത്മഭാവത്തെക്കുറിച്ചാണ്. ആ സർവാത്മഭാവം എന്ന് പറയുമ്പോൾ തത്വബോധം കൊണ്ടുവരുന്ന സർവാത്മഭാവമാണ്. അല്ലാതെ ഏതെങ്കിലും യോഗസിദ്ധിയെക്കുറിച്ചുള്ള അല്ല ഇവിടെ പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. സർവാത്മഭാവം വന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവനെ നുള്ളിക്കഴിഞ്ഞാൽ തനിക്ക് നോവത്തില്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പറയുന്ന ഒരു മഹാത്മാവിന്റെ അടുത്തിരുന്ന ഒരാളെ വേറൊരാള് നുള്ളി, അപ്പം മഹാത്മാവ് കരഞ്ഞു എന്ന് പറയും. അങ്ങനെ സംഭവിച്ചുകൂടാന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന സർവാത്മഭാവം അതല്ല. ആരെങ്കിലും നുള്ളുമ്പോൾ താൻ കരയുന്നതല്ല. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ മാനസികമായ താതാത്മ്യ വിശേഷമാണ്, സിദ്ധിവിശേഷമാണ്. അതാണ് ഒരു ശക്തിവിശേഷമാണ്. സർവാത്മഭാവം കൊണ്ട് അതൊന്നും സംഭവിക്കണമെന്നല്ല പറയാം. അത് കേവലമായ തത്വബോധം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ പറയുന്നത്. മറ്റത് വലിയ അപകടം വരും. തന്റെ മനസ്സ് അങ്ങനെ ഒരു സർവാത്മഭാവം വന്നു കഴിഞ്ഞാൽ താൻ വളരെ പണിപ്പെട്ട് ശമദമാദികളെല്ലാം ശീലിച്ച് തന്റെ മനസ്സിനെ സാത്വികമായി ശുദ്ധമാക്കി വയ്ക്കുമ്പോഴാണ് അടുത്തിരിക്കുന്നവന്റെ മനസ്സിൽ വേണ്ടാതീനം വരുന്നത്. അതെല്ലാം തന്റെ മനസ്സിലും കയറി വരും. പിന്നെ താൻ പണിപ്പെട്ടതൊക്കെ വെറുതെ ആകും. മറ്റവൻ കരഞ്ഞാൽ തനിക്കും കരച്ചിൽ വരുമെങ്കിൽ മറ്റവൻ ചിരിച്ചാൽ തനിക്കും ചിരി വരും. പിന്നെ മറ്റവൻ എന്തൊക്കെ വരുമോ എല്ലാ നാശങ്ങളും തനിക്കും വരും. ഇത് സർവാത്മഭാവമായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഗതി എന്തായിരിക്കും? ഊർധ്വഗതിയാണോ അതേ അധോഗതിയാണോ? ഒന്ന് വരും മറ്റൊന്ന് വരില്ല എന്ന് പറയാൻ ഞാനത് ശരിയാകത്തില്ല. അടുത്തിരുന്നവനെ നുള്ളിയപ്പോൾ സങ്കടം വന്നെങ്കിൽ അടുത്തിരിക്കുന്നവൻ കള്ളുപിടിച്ചാൽ ലഹരിയും വരും. വരില്ലെന്ന് പറയാൻ പറ്റും. അതിനെന്താ യുക്തി? അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക താതാത്മ്യം കൊണ്ട് അങ്ങനെയുള്ള ചില വിശേഷതകൾ സിദ്ധപുരുഷന്മാരിൽ കാണില്ല എന്ന് പറയുന്നില്ല. നമുക്കില്ലാത്ത മറ്റാർക്കും ഇല്ലെന്ന് പറയാൻ പറ്റും. അത് പറ്റത്തില്ലല്ലോ. അതില്ല. പിന്നെ ചിലപ്പോൾ മഹാത്മാക്കൾ ആ തത്വത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ അതിനെ അജ്ഞന്റെ ബുദ്ധിക്കനുസരിച്ച് അതിനെ ശ്രോതാക്കൾ വ്യാഖ്യാനിക്കും. സർവത പാണിവാദം സർവതോക്ഷി ശിരോമുഖം എന്നെല്ലാം പറയുന്നിടത്ത് വ്യാഖ്യാനിക്കുന്ന ആ രീതിയിലാണ്. ചില ഭാഗങ്ങളിൽ പറയുന്നതാണോ സർവ കണ്ണുകൾ കൊണ്ടും കാണുന്നത് താൻ തന്നെ, സർവ ചെവികളിലൂടെയും കേൾക്കുന്നത് താൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കണ്ണിലൂടെയും കാണുന്നു എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തലയ്ക്കകത്ത് ഇരുള് കയറും, ബ്രെയിൻ ജാമായി പോകും, എല്ലാ കണ്ണിലൂടെയും കാണാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം നടക്കത്തില്ല. ആ തത്വമാണ്, എല്ലാ കണ്ണിലൂടെയും കാണുന്ന ഒരു തത്വം തന്നെ, എല്ലാ ചെവിയിലൂടെയും കേൾക്കുന്ന ഒരു തത്വം തന്നെ എന്നുള്ള തത്വപ്രകാശനത്തിന് വേണ്ടിയാണ് മഹാത്മാക്കൾ അങ്ങനെയുള്ള പറയുന്നത്, ശാസ്ത്രം പറയുന്നു. മറിച്ചല്ല, അത്തരത്തിലുള്ള ഒരു സർവാത്മഭാവമാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. അല്ല ഏതെങ്കിലും സിദ്ധിവിശേഷമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാസനയുടെ ഫലമല്ല, അതൊന്നുമല്ല. സയേഷ സർവാത്മഭാവോ വ്യാഖ്യാത. ജഗത്ത് തന്നിൽ സമർപ്പിതമായിരിക്കുന്നു, തന്നിൽ ജഗത്ത് പ്രകടമാകുന്നു.
പറയുന്നത് സ ഏഷ വിദ്വാൻ ബ്രഹ്മവിദ് സർവോപാധി സർവാത്മാ സർവോഭവതി. ഈ ബ്രഹ്മവിത്തിനെ കുറിച്ച് ഇതാണ് ഇവിടെ പറയുന്ന ബ്രഹ്മവിത്ത്. ബ്രഹ്മജ്ഞാനി സയേഷ വിദ്വാൻ, അവനെ വിദ്വാൻ എന്ന് പറയാം, ജ്ഞാനി എന്ന് പറയാം, പണ്ഡിതൻ എന്ന് പറയാം, പല ശബ്ദങ്ങളിൽ പറയാം. ബ്രഹ്മവിത്ത് സർവോപാധി, ജഗത്ത് അവനിൽ സമർപ്പിതമായിരുന്നു എന്ന് പറയുന്നതാണ്. അവൻ സർവോപാധികളോടും കൂടിയിരിക്കുന്നു. ഇവിടെ ജാഗ്രത എന്നുള്ള ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഇനി സ്വപ്നം എന്നുള്ള ഉപാധിയോടുകൂടിയിരിക്കാം, സുഷുപ്തി എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കാം. ഇവിടെ തന്നെ ശരീരം, ഇന്ദ്രിയം, മനസ്സ് എല്ലാ ഉപാധികളോടും കൂടിയിരിക്കാം. സർവോപാധിയോടുകൂടിയിരിക്കുന്നു. സർവവും അവന്റെ ഉപാധിയാണെന്ന് എന്നുവെച്ചാൽ മുമ്പ് പറഞ്ഞതിന് സർവവും അവനെ ആശ്രയിച്ചിരിക്കുന്നു. അത് സർവോപാധി എന്നെന്തിനാ പറയുന്നത്? ഞാൻ അജ്ഞനായിരിക്കുന്നു, ഞാൻ ഉപാധിയോടുകൂടിയിരിക്കുകയാണ്. എന്താണ് എന്റെ ഉപാധി? എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങൾ. ഇതാണ് അജ്ഞനായിരിക്കുന്ന എന്റെ ഉപാധി. അപ്പോൾ അജ്ഞനായിരിക്കുന്ന എന്റെ ഉപാധികളെല്ലാം നിഷേധിച്ചിട്ട് പറയുന്നു എന്താണ്? താൻ സർവാധാരമായ പ്രത്യേക സ്വരൂപമാണ്. അപ്പോൾ ഈ അനുഭവവേദ്യമായിരിക്കുന്ന യുഷ്മദസ്മത് എന്നുള്ള രീതിയിൽ അനുഭവവേദ്യമായിരിക്കുന്ന എല്ലാ ഉപാധികളും തന്നിൽ തന്നെയാണ് എന്നുള്ള ബോധം, അതാണ് അവൻ സർവ്വ ഉപാധിയോടെ ഇരിക്കുന്നു. അതുകൊണ്ടവൻ സർവാത്മാവായിരിക്കുന്നു. അടുത്ത് പറയുന്നു അവൻ സർവസ്വരൂപമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ എന്റെ ജഗദാത്മാ. അത് എങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഈ നാമരൂപാത്മകമായ ഈ ജഗത്തിന്റെ പരമാർത്ഥ സ്വരൂപമായി അവനിരിക്കുന്നു. അല്ലെങ്കിൽ ആ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്ന അവൻ തന്നെ നാമരൂപാത്മകമായ ഈ ജഗത്തായി പ്രകാശിക്കുന്നത്. മുമ്പ് ചർച്ച ചെയ്തവിടെ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെയാണ്. അവിടുത്തെ നാമരൂപാത്മകമായ എല്ലാ ദൃശ്യങ്ങളും ആ ദൃഷ്ടാവ് തന്നെ. അതുപോലെ ഇവിടുത്തെ നാമരൂപാത്മകമായ എല്ലാ അനുഭവങ്ങളും ഇത് സുസ്വരൂപം തന്നെ. ഇത് ബോധത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ ഇത് പറയുന്നു. സർവാനുഭവങ്ങളും എന്നുവെച്ചാൽ സർവ അനുഭവ വിഷയങ്ങളും അനുഭവത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്റെ അനുഭവമെന്നോ നിന്റെ അനുഭവമെന്നോ അന്യന്റെ അനുഭവമെന്നോ എല്ലാം പറയുന്നത് ഈ കേവലമായ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ബോധത്തിലാണ് ഞാൻ നീയും വന്നത്, എന്റെ അനുഭവം നിന്റെ അനുഭവം വന്നത്, എന്റെ അനുഭവ വിഷയങ്ങളും നിന്റെ അനുഭവ വിഷയങ്ങളും വന്നത്. അതുകൊണ്ട് പറയാം എന്താണ് ആ ബോധം, ഈ ചിത്ത്, അത് തന്നെയാണ് ഈ സർവരൂപത്തിലും ഇരിക്കുന്നത്, നാമരൂപാത്മകമായിരിക്കുന്നത്. ഈ ബോധം തന്നെയാണ്, ചിത്ത് തന്നെയാണ്. എന്റെ ബോധം, നിന്റെ ബോധം എന്നൊരു വിധത്തിലിരിക്കുന്നു. ആ ചിത്ത് തന്നെയാണ് സർവാധാരമായിരിക്കുന്നു. ആ ചിത്ത് തന്നെ. രണ്ടു തരത്തിലും പറയാം. സർവാത്മാ ചുരുക്കത്തിൽ എന്താണോ സർവോഭവതി, അതാണ് മുമ്പ് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? ഇത് ഏകമാണ്, അദ്വയമാണ്, നിർഗുണമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കാര്യം പറഞ്ഞുറപ്പിക്കുന്നത്? കാരണം അതിന് വിപരീതമായ അനുഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഏകമല്ല, അനേകത്വ അനുഭവമാണ്. നിർഗുണമല്ല, സഗുണാനുഭവമാണ് ഇവിടെ.
നിർവികാരി അല്ല, ഇത് സവികാരമായ അനുഭവമാണ്. പരമാർത്ഥമല്ല, ഇവിടെ അപരമാർത്ഥമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ശാസ്ത്രം എപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു വഴിയാണ്. ഇതിനെല്ലാം നിഷേധിക്കുന്ന വഴി ഇതല്ല, അനുഭവമായതല്ല, അനുഭവിക്കുന്ന രൂപമൊന്നുമല്ല, ഇതിന്റെ രൂപം എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. അത് ആ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ അല്ല. ആദ്യമേ തന്നെ പറയുകയാണ് ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പരമാർത്ഥ ബോധമാകത്തില്ല. ഉപദേശം കൂടാതെ തന്നെ സഹജമായി വരുന്ന പ്രപഞ്ചബോധമായിരിക്കും. ഈ ബോധത്തിന് ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ, ഗുരുവിന്റെ ആവശ്യമില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഈ കണ്ടിട്ട് ഇതൊക്കെയാണ് ബ്രഹ്മം എന്ന് പറയാൻ ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതിനെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കുക. നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന എന്താണ് പ്രപഞ്ചം, ഇതെന്താണ് ബ്രഹ്മം. ആ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പ്രപഞ്ചത്തിന് പകരം ബ്രഹ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചൊന്നേ ഉള്ളൂ, ശബ്ദം മാറിയെന്നേ ഉള്ളൂ, അനുഭവം ഒന്നും തന്നെ. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനെ ആത്മനിഷ്ഠമായി ബോധിപ്പിക്കുകയാണ്. തത്വമസി എന്നാ ബോധിക്കുന്നു. ആത്മനിഷ്ഠമാകുമ്പോൾ അത് സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. സ്വരൂപത്തെയും ബോധിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അറിയുന്നുണ്ട്, അവനവനെ താനെന്നറിയുന്നുണ്ട്. അപ്പൊ ആ സ്വരൂപത്തെ തന്നെ എന്താണ് സർവാത്മഭാവത്തിൽ ബോധിപ്പിക്കുന്നു, സർവസ്വരൂപമായി ബോധിപ്പിക്കുന്നു. അതാർക്കുമില്ല. തന്റെ സ്വരൂപത്തെ എല്ലാവർക്കും അറിയാം, ഞാനെന്നറിയുന്നുണ്ട്. പക്ഷെ ആ സർവസ്വരൂപനാണ് താനെന്നുള്ളത് ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. താൻ സർവാധാരമാണ്, സർവാധിഷ്ഠാനമാണ്. ഈ ഒരു ബോധം, ഈ ഒരു ബോധത്തിലേക്ക് വരുമ്പോൾ താൻ സർവസ്വരൂപമാണെങ്കിൽ സർവവും എന്താണ്? സർവവും താൻ തന്നെയാണ്. തിരിച്ചു പറയും, ആദ്യം എന്തിനാണോ നിഷേധിച്ചിട്ട് സ്വസ്വരൂപത്തെ വെളിപ്പെടുത്തിയത്, ഇനി ആ സ്വരൂപത്തിന്റെ വെളിച്ചത്തിൽ സർവത്തെയും അതായി കാണും. ആണ് പറയുന്നത് സർവോഭവതി. അവിടെ പിന്നെ ബ്രഹ്മം, അതിൽ ആരോപിതമായ പ്രപഞ്ചം, അങ്ങനെ ഒരു ഭേദമില്ല. രജ്ജു, അതിൽ ആരോപിതമായ സർപ്പം, അങ്ങനെ ഒരു ഭേദമില്ല. ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നെ രജ്ജുവായിരിക്കുന്നു, സർപ്പവുമായിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒന്നേ ഉള്ളൂ, ഒരേ ഒരു തത്വം തന്നെ. അതിൽ നിങ്ങൾക്ക് നിർഗുണമായ സർവാധാരമായ സർവാധിഷ്ഠാനമായ ഒന്ന് എന്നും പറയാം, സർവാത്മകമായ ഒന്ന് എന്നും പറയാം. അത് തന്നെ സർവസ്വരൂപത്തിൽ സർവവുമായിരിക്കുന്നത്. നാമരൂപ ശൂന്യമായ ഒന്നെന്നും പറയാം, നാമരൂപാത്മകമായിരിക്കുന്ന ഒന്ന് എന്നും പറയാം. അത് തന്നെ നാമരൂപാത്മകമായി അനുഭവം. അതുകൊണ്ടാണ് സർവശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. പലതെന്നുള്ള അർത്ഥത്തിലാണ് സർവശബ്ദം ഉപയോഗിക്കുന്നത്. ഇവിടെ പലതെന്നുള്ള അർത്ഥത്തിലുള്ള സർവശബ്ദത്തെ ഏകമായ ബ്രഹ്മത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? ഏകമായ ആ ബ്രഹ്മം തന്നെ സർവവുമായിരിക്കുന്നത് എന്നും ബോധിപ്പിക്കാൻ വേണ്ടി. രണ്ടും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിടത്ത് പറയും നേതി നേതി തത്വമസി, വേറെടുത്ത് പറയും ബ്രഹ്മൈവേദം സർവം ആത്മീയവേദം സർവം സർവം ഖണ്ഡിതം ബ്രഹ്മ. ഇത് രണ്ട് കാഴ്ചപ്പാടിനെയും സമന്വയദൃഷ്ടിയിൽ മനസ്സിലാക്കണം. എന്നാലേ അദ്വൈതം വൈരുദ്ധ്യമില്ലാത്തതായി ഒരാൾക്ക് വെളിപ്പെടുത്തുള്ളൂ. അദ്വൈതം സ്വസ്വരൂപം തന്നെ. അതൊരു ശാസ്ത്ര സിദ്ധാന്തമല്ല, സ്വസ്വരൂപമാണ്.
നിരുപാഖൃ നിരുപാഖ്യു അനന്തരോ അബാഹ്യ കൃഷ്ണ പ്രജ്ഞാനഘനോ അജോ അജരോ അമൃതോ അഭയോ അചലോ നേതി നേതി അസ്ഥൂലോ അനടരോ ഇത്യവും വിശേഷണോ ഭവതി. രണ്ടും പറയാണ്. സർവാത്മാ സർവോ എന്ന് പറഞ്ഞു. അപ്പൊ സർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ ഈ സർവവുമാണോ? ഇതാണെങ്കിൽ പിന്നെ ഇത്രയും കാലം ഇതിനുവേണ്ടി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ടത്? ഈ ശ്രവണ മനനങ്ങളൊക്കെ എന്താണ്? ഇതിനു മുമ്പ് എനിക്കറിയാമായിരുന്നു ഈ കാണുന്ന ഈ സർവമാണ് ബ്രഹ്മവും, സർവപര്യായമാണ് ബ്രഹ്മം എന്നാണ് പറയുന്നു. അതല്ല, മറിച്ചും പറയാം എന്താണ്? നിരുപാധി, ഇത് ഉപാധിരഹിതമാണ്. നിരുപാഖ്യം, അതിനെ ഒരു നാമം കൊണ്ടും വെളിപ്പെടുത്താൻ, ഒരു ശബ്ദം കൊണ്ടും അതിനെ വെളിപ്പെടുത്താൻ പറ്റില്ല. ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി മനസ്സിനും വെളിപ്പെടുത്താൻ കഴിയില്ല. അനന്തരം അബാഹ്യം, ബാഹ്യാന്തര ശൂന്യനാണ് കൃഷ്ണ. എന്നാൽ അത് പൂർണ്ണമാണ്, പ്രജ്ഞാനഘനമാണ്, അജനാണ്, അതുകൊണ്ട് തന്നെ അജരനാണ്, അതുകൊണ്ട് തന്നെ അമൃതനാണ്, അതുകൊണ്ട് തന്നെ ഭയശൂന്യനാണ്, അഭയനാണ്, അതുകൊണ്ട് തന്നെ അത് നിശ്ചലനാണ്. ജനിച്ചാൽ ജര വരും. അജരനാണെങ്കിൽ പിന്നെ ജരയില്ല. ജര വരുന്നവനും മരണം വരും. അജരനാണെങ്കിൽ അമൃതമാണ്. മരണം ഭയത്തെ ഉണ്ടാക്കും. അമൃതനാണെങ്കിൽ അഭയമാവും. ഭയം ഉൾപ്പെടെയുള്ള എല്ലാ വികാരങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ വികാരശൂന്യമായ ബോധമാണ്, അചലനാണ്. നേതി നേതി അസ്ഥൂലം അനണു ഇത്യവും വിശേഷണോ ഭവതി. അപ്പോൾ സർവാത്മഭാവത്തെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്.